നമസ്കാരം, ടൈലർ ആനന്ദ്. ഇപ്പോൾ വന്നിട്ട് പാൻറ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാം. അതായത് നമ്മൾ കടകളിൽ പാൻറ്റ് മെഷർമെൻറ്റ് കറക്റ്റായി എടുത്ത്, അതായത് ഇറക്കം, സീറ്റ് ലൂസ്, തുട ലൂസ്, ഉൾക്കാൽ അളവ്, അങ്ങനെയുള്ള അളവ് കറക്റ്റായി എടുത്തിട്ട് ഈ അളവ് വെച്ച് നമ്മൾ ഈസിയായി എങ്ങനെ കട്ട് ചെയ്യാം, എങ്ങനെ കട്ട് ചെയ്താൽ ഈസിയായി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. അതൊന്നിപ്പോൾ കട്ട് ചെയ്യാം. ഇപ്പോൾ താഴെ മാർക്ക് ചെയ്യാനുള്ളത് താഴെ എമീൻ ചെയ്യാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ താഴെ മടിച്ചടിക്കാനാണെങ്കിൽ 1.5 ഇഞ്ച് മതി. ഇപ്പോൾ ഇതിൽ എമീൻ ചെയ്യാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇറക്കം വന്നിട്ട് 39, 1 ഇഞ്ച് കമ്മിയാക്കി 38 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ മുട്ട് മെഷർമെൻറ്റ് ചെയ്യുന്നത് വന്നിട്ട് ഇറക്കത്തില്ല, ടോട്ടൽ ഇറക്കത്തിലെ പകുതി വന്നിട്ട് 19.5. 19.5യിൽ നിന്ന് 2 ഇഞ്ച് കമ്മിയാക്കി 17 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് വന്ന് മുട്ടുംകാൽ മാർക്ക് ചെയ്യുന്ന മെഷർമെൻറ്റ്. ഇപ്പോൾ വന്ന് ഉൾക്കാൽ അളവെടുത്തതാണ്. അതായത് അളവ് വന്നിട്ട് 28.5, 1/4 ഇഞ്ച് ചേർത്തി 28.75 മാർക്ക് ചെയ്യുക. അതായത് ഇത് വന്ന് അളവെടുത്ത മെഷർമെൻറ്റാണ് ഉൾക്കാൽ അളവ്. അതായത് നമ്മൾ സീറ്റിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്യുന്നത് വന്നിട്ട് സീറ്റ് വന്ന് 37, 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9.25 ഇഞ്ച്. ആ 9.25 ഇഞ്ച് വെച്ചുകൂടെ കട്ട് ചെയ്യുക. ഇത് വന്ന് ഉൾക്കാൽ അളവെടുത്ത കാരണം ഈ അളവ്. ഇപ്പോൾ ഇടുപ്പ് 34.5 ഇഞ്ച്, തുട ലൂസ് 25, താഴെ പാട്ടൻ ലൂസ് 15.5. ഇതാണ് മെഷർമെൻറ്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് സീറ്റ് ലൂസ് 35, 12 ഡിവൈഡ് ചെയ്യണം. 3 ഇഞ്ച് വരും. 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ സീറ്റ് ലൂസ് 12 ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ മെഷർമെൻറ്റ് വരും. 3 ഇഞ്ച് വരും കറക്റ്റാണ്. നമുക്കത് സീറ്റ് ലൂസ് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ അത് ഈസി ആയിരിക്കും. ഇപ്പോൾ തുട ലൂസ് വന്നിട്ട് 25. ഇപ്പോൾ തുട ലൂസിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അതായത് തുട ലൂസ് 25-ലെ പകുതി 12.5 ഇഞ്ച്. അതിൽ നിന്ന് 1 ഇഞ്ച് കമ്മിയാക്കുക. 12.5ൽ നിന്ന് 1 ഇഞ്ച് കമ്മിയാക്കുമ്പോൾ നമുക്ക് 11.5 വരും. 11.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇതിൽ നിന്ന് സെൻറ്റർ എടുക്കുന്നത് 11.5-ലെ പകുതി വന്നിട്ട് 5.75. സെൻറ്റർ 5.75. നമ്മൾ സൈഡിൽ നിന്ന് അളന്ന് നോക്കുമ്പോൾ എത്ര വരുന്നുണ്ട്? 6.5 ഇഞ്ച്. ഇവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. സൈഡിൽ നമ്മൾ സൈഡിലുള്ള തുണിയും ചേർത്ത് 6.5 ഇഞ്ച് വരും. ടോട്ടലാണ് ഇവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ മാർക്കൊന്ന് കറക്റ്റായി ലൈൻ എടുക്കുക. അവിടെ നിന്ന് ഈ സെൻറ്റർ മാർക്ക് കറക്റ്റായി മാർക്ക് ഇട്ടതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴേ അത് പാൻറ്റ് കറക്റ്റായി വരും. ഇപ്പോൾ വന്ന് കറക്റ്റായി സെൻറ്റർ ലൈൻ കറക്റ്റായി. ഇപ്പോൾ ഇവിടെ നിന്ന് ബന്ദിൽ ഷേപ്പ് എടുക്കാൻ ഒരു 2 ഇഞ്ച്. ഇതെങ്ങനെയാണ് കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതായത് സീറ്റ് വന്ന് 37, 16 ഡിവൈഡ് ചെയ്യണം. 16 ഡിവൈഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് കമ്മിയാക്കുമ്പോൾ ഈ മെഷർമെൻറ്റ് വരും. 2 ഇഞ്ചിന് 1 പോയിൻറ്റ് കമ്മി. അത് അവിടെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ ലൂസ് വന്നിട്ട് 11.5 ഇഞ്ച്. ടോട്ടലാണ് വന്നിട്ട് 11.5 ഇഞ്ച്. ഈ 11.5ൽ നിന്ന് 2.5 ഇഞ്ച് കമ്മിയാക്കിയിട്ട് മുട്ടുംകാൽ മാർക്ക് ചെയ്യുക. അതായത് 2.5 ഇഞ്ച് കമ്മിയാക്കുമ്പോൾ എത്ര വരും? 9 ഇഞ്ച് വരും. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 4.5, 9 മുട്ട് മാർക്ക്. താഴെ വന്നിട്ട് നമുക്ക് ഫിനിഷിങ് വന്ന് 15.5. 15.5-ലെ പകുതി 7.75. അപ്പോൾ 7.75-ൽ സെൻറ്ററിൽ നിന്ന് 3.75 മാർക്ക് ചെയ്യുക. അപ്പോൾ വന്നിട്ട് നമുക്ക് 7.5 ഇഞ്ച് 1 പോയിൻറ്റ് വരും. സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക. 3.75 നമ്മൾ മാർക്ക് ചെയ്യുക. ഷേപ്പ് എടുക്കുന്നത്
ഷേപ്പ് കറക്റ്റ് അങ്ങനെ ഷേപ്പ് എടുക്കുക. ഈ ഷേപ്പ് എടുത്ത അതേമാതിരി തന്നെ ഈ സൈഡും രണ്ട് സൈഡ് ഒരേമാതിരി ഷേപ്പ് വരുന്ന മാതിരി നമുക്ക് ഷേപ്പ് എടുക്കുക. അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം വരും. രണ്ട് സൈഡ് ഒരേമാതിരി വരണം. അപ്പോൾ താഴെ അതായത് ഇത് വലിയ ഒരു നോർമൽ പാൻറ്, അതായത് ഫ്ലീറ്റ് ഇല്ലാതെ ഒരു നോർമൽ പാൻറ്. അപ്പോൾ നമുക്ക് ഈ ടൈപ്പിൽ എടുക്കുമ്പോൾ നീറ്റാக വരും. രണ്ട് സൈഡ് ഒരേ ഷേപ്പ് വരുന്ന മാതിരി നമുക്ക് മാർക്ക് ചെയ്യാം. കറക്റ്റാக മാർക്ക് ചെയ്തിട്ട് ഇവിടെ ചെറുതായിട്ടൊരു ഷേപ്പ്. ഇപ്പോൾ ഇടുപ്പ് 34.5. അത് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്? 8 വരും. 8ൽ നിന്ന് 3/4 ഇഞ്ച് രണ്ട് സൈഡ് തേത്തുമ്പിന് ചേർത്ത് 9.25 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുക. അതായത് ഈ പാൻറ്റിൻ്റെ ഫ്ലീറ്റ് ഇല്ലാതെ തയ്ക്കുന്ന പാൻറ്റാണ് ഇത്. അപ്പോൾ വന്നിട്ട് ഷേപ്പ് വന്നിട്ട് വലുതായിട്ട് ഷേപ്പ് വരില്ല, ഒരു 1/4 ഇഞ്ച് ഷേപ്പ് വരും, അത്രേ വരുള്ളൂ. അതായത് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായി ലൂസ് തുട ലൂസ് എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണമെന്നില്ല. ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ കറക്റ്റായി വരും. ഇവിടെ വന്നിട്ട് മുകളിൽ ഒരു 1/2 ഇഞ്ച്. അപ്പോൾ ഈ ഷേപ്പിൽ എടുക്കുമ്പോൾ കറക്റ്റായി വരും, വേറെ ഒന്നും നമുക്ക് ചെയ്യണമെന്നില്ല. ഇവിടെ മുകളിൽ ഒരു 1/2 ഇഞ്ച് ഷേപ്പ് എടുക്കുക. അതായത് ഒരു 1/2 ഇഞ്ച് ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റിംഗ് നീറ്റായി വരും. കട്ട് ചെയ്യാം. അപ്പോൾ ഈ അളവ് കറക്റ്റായി എടുക്കുമ്പോൾ നമുക്ക് നീറ്റായി വരും. അതായത് മിസ്റ്റേക്ക് ഇല്ലാതെ നീറ്റായി നമുക്ക് ഈ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പാക്കറ്റ് വന്ന് ക്രോസ് പാക്കറ്റ് ഒരു 2 ഇഞ്ച് ലെങ്ത്ത്, ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ അത് ഈസി ആയിരിക്കും. മുകളിൽ നിന്ന് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇറക്കിയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ 6 ഇഞ്ച് പാക്കറ്റ് ഓപ്പൺ വരും. ഇപ്പോൾ വന്നിട്ട് കഴിഞ്ഞു. ഈ ടൈപ്പിൽ എടുക്കുമ്പോൾ നമുക്ക് നീറ്റായി വരും, വേറെ ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ വരും. അതായത് ഇനി ബാക്ക് തട്ട്. ബാക്ക് തട്ട് കറക്റ്റായി എടുക്കുക. കറക്റ്റായി സ്ട്രൈറ്റ്, അതായത് ക്രോസ് ഇല്ലാതെ സ്ട്രൈറ്റായി ഇടുക. സൈഡിൽ വന്നിട്ട് ഒരു 1.5 ഇഞ്ച് തുണി അധികം വരുന്ന മാതിരി ഇടുക. അതായത് സെയിം ഒരേ അളവ് ഇടാതെ ഒരു 1.5 ഇഞ്ച് തുണി സൈഡിൽ അധികം വരുന്ന മാതിരി ഇടുക. അതായത് പാൻറ്റ് സ്ട്രൈറ്റാണ്, അതായത് ക്രോസ് ഇല്ലാതെ വരാതെയാണ് ഈ മെഷർമെൻറ്റ്. അതിപ്പോൾ എത്ര വരുന്നുണ്ട്? 14 വരുന്നുണ്ടെങ്കിൽ താഴെ അതേമാതിരി സെൻറ്ററിൽ നിന്ന് 14 വരണം. സപ്പോസ് ഒന്നിലും കൂടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. അതായത് ബാക്ക് തട്ട് വന്നിട്ട് ക്രോസ് ഇല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് വരാനുള്ള മെഷർമെൻറ്റ് ചെയ്യുന്നതാണത്. അല്ലെങ്കിൽ അത് പാൻറ്റ് ക്രോസ് ഉള്ള മാതിരി ബാക്ക് തട്ട് വരും. കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന മാതിരി കറക്റ്റായി ഇടുക. ഇട്ടിട്ട് ഇവിടെ നിന്ന് ഈ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ 1 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ട് തൊട ലൂസിന് കറക്റ്റായി മാർക്ക് ചെയ്യുക, മുട്ടിന് മാർക്ക് ചെയ്യുക, താഴെയും മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്ന് ലൂസ് മാർക്ക് ചെയ്യുന്നത് വന്നിട്ട് നമുക്ക് 1 ഇഞ്ച്, ഇവിടെ നിന്ന് 1 ഇഞ്ച് തള്ളി മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് ഇവിടെയും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 2.5 ഇഞ്ച് വെക്കണം. നമുക്ക് ഈ തൊട ലൂസ് നമ്മൾ കറക്റ്റ് അളവെടുത്തത് വന്നിട്ട് 25. അപ്പം തൊട ലൂസ് ഒന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റായി 25 തൊട ലൂസ്.
25 വരുന്ന അവിടെ കറക്റ്റായി മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വ്യത്യാസം വന്നിട്ട് 2.5ക്ക് 2.25 വരുന്നുണ്ട്. അത് കറക്റ്റായി 2.25 മാർക്ക് ചെയ്യുക. അതായത് തുട ലൂസ് കറക്റ്റ് അളവെടുത്ത കാരണം ഈ മെത്തേഡിൽ ചെയ്യുക. അപ്പോൾ ഈസി ആയിരിക്കും. ഇപ്പോൾ ഷേപ്പ് എടുക്കുന്നത് ഈ ഷേപ്പ് കറക്റ്റായി എടുക്കുക. ഇവിടെ നിന്ന് ഈ ഷേപ്പ് കറക്റ്റായി എടുക്കുക. അതായത് ഇതിൻ്റെ മുന്നിൽ നിന്ന് കട്ട് ചെയ്ത പാൻറ്റ് മുഴുവനും സീറ്റിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്യുന്നത്. അതായത് സീറ്റിൽ നിന്ന് നാലാ ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് 1.5 ഇഞ്ച് പ്ലേക്ക് ഫ്ലീറ്റിന് 1.5 ഇഞ്ച് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വന്ന് തുട ലൂസ് കറക്റ്റായി എടുത്ത കാരണം ഈ മെത്തേഡ്. ഇപ്പോൾ ഇടുപ്പ് വന്ന് 34.5, സീറ്റ് 37. അപ്പോൾ 34ക്കും 37നുള്ള വ്യത്യാസം 2.5 ഇഞ്ച്. അപ്പോൾ 3 ഇഞ്ച് കണക്ക് വയ്ക്കുക. 3 ഇഞ്ചിനെ 4 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 3/4 ഇഞ്ച്. ബാക്ക് ക്രോസ് എടുക്കാനുള്ള അളവ് ഈ പാൻറ്റിൽ നിന്ന് 3/4 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ മാർക്ക് ചെയ്ത് ബാക്ക് തട്ട് വെട്ടാനുള്ള മാർക്കിംഗ് ആണ്. അപ്പോൾ സ്ട്രൈറ്റാ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നമുക്ക് ബാക്ക് തട്ട് 1.5 ഇഞ്ച് മുകളിൽ കയറ്റി വയ്ക്കണം. 1.5 ഇഞ്ച് മുകളിൽ കയറ്റി വെച്ചിട്ട് സൈഡിൽ നിന്ന് ആ 1.5 ഇഞ്ചിക്ക് ക്രോസ് മാർക്ക് കറക്റ്റാണ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇപ്പോൾ മാർക്ക് ചെയ്തു. ഇപ്പോൾ സീറ്റ് ഇടുപ്പ് ലൂസ് വന്ന് 34.5, 8 ഇഞ്ച് നമുക്ക് 4 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വേണം? 8 ഇഞ്ച്. 8 ഇഞ്ച് നമ്മൾ ബാക്ക് ഫ്ലീറ്റ് എടുക്കാൻ 1 ഇഞ്ച്. 8 1 9.5, 10 ഇഞ്ച് വേണം നമുക്ക്. ടോട്ടൽ എത്ര വേണം? 10. കറക്റ്റ് അവിടെ 10 ഇഞ്ച് സൈഡിൽ മാർക്ക് ചെയ്യാം. അതായത് ഫ്രണ്ടിന് ഇവിടെ ഒരു 1.5 ഇഞ്ച് 1.25 ഇഞ്ച് അധികം വരും ബാക്ക്. അത് ഫ്ലീറ്റ് ഇല്ലാതെ നമ്മൾ കട്ട് ചെയ്യുന്ന പാൻറ്റ് വന്ന് ഈ മെത്തേഡിൽ തന്നെ വരുള്ളൂ. ഇപ്പോൾ സീറ്റ് ലൂസ് എടുക്കുന്നത് സീറ്റ് 37. അപ്പോൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9.25 ഇഞ്ച് വരും. ഈ പാൻറ്റ് അതായത് നമ്മൾ ഒരു പാൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് 9.25, 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9.25. അപ്പോൾ ലൂസ് ചേർത്ത് വെക്കണം. 1.5 ഇഞ്ച് ചേർത്ത് വെച്ചാൽ മതി. 1.5 ഇഞ്ച് ചേർത്ത് വയ്ക്കുമ്പോൾ 10.25, 10.25, 10.25 നമ്മൾ കറക്റ്റ് അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ലൂസിന് 1 ഇഞ്ചും കൈത്തുമ്പിന് 1/2 ഇഞ്ചും ചേർന്നുള്ള മെഷർമെൻ്റാണ്. അത് 1.5 ഇഞ്ച്. ഇത് കറക്റ്റ് ഒരു ഫിറ്റിംഗ് ആയി ഇടുന്നവർക്ക് 1 ഇഞ്ച് ലൂസ് മതി. സപ്പോസ് നിങ്ങൾക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കൂടി ഒരു 1/4 ഇഞ്ച് അധികം ചേർത്ത് വയ്ക്കാം. 10.25-ന് 11 വയ്ക്കാം. ഇനി വന്നിട്ട് ബാക്ക് വന്ന് ഈ ക്രോസ് എടുക്കുന്നത് നമുക്ക് സീറ്റ് ലൂസിന് തകുന്ന മാതിരി ബാക്ക് ക്രോസ് എടുക്കണം. അപ്പോൾ ഇതിന് 3/4 ഇഞ്ച് ക്രോസ് എടുത്താൽ മതി. അപ്പോൾ ഈ കറക്റ്റ് ഈ പാൻറ്റ് 3 ഇഞ്ച് മാർക്ക് ചെയ്തവിടെ കറക്റ്റ് അവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് മേലോട്ടേക്ക് 3/4 ഇഞ്ച് അവിടെ നമ്മൾ 3/4 ഇഞ്ച് ക്രോസ് മാർക്ക് ചെയ്തു അവിടേക്ക് കറക്റ്റായി മാർക്ക് ചെയ്യാം. അപ്പോൾ ഇടുപ്പിനും സീറ്റിനുള്ള വ്യത്യാസം വന്നിട്ട് വലിയ വ്യത്യാസമില്ല. അത് കാരണം 3/4 ഇഞ്ച് മതി. സപ്പോസ് അധികം ഉണ്ടെങ്കിൽ നമുക്ക് അധികം 1 ഇഞ്ചോ 1.25 ഇഞ്ചോളം ക്രോസ് എടുക്കേണ്ടി വരും. ഇത് വന്നിട്ട് 2.5 ഇഞ്ച് വ്യത്യാസമേ ഉള്ളൂ ഇടുപ്പിനും സീറ്റിനുള്ള വ്യത്യാസം. അത് കാരണം ഈ മെത്തേഡിൽ എടുക്കുമ്പോൾ നമുക്ക് ഫിറ്റിംഗ് നീറ്റായി വരും. അത് മിസ്റ്റേക്ക് ഇല്ലാതെ നല്ല ഫിറ്റിംഗായി വരും. ഇത് രണ്ടാമത് നമ്മൾ കട്ട് ചെയ്യാനുള്ള മാർക്കിംഗ് ആണിത്. താഴെ 3/4 ഇഞ്ച് വരുന്ന മാതിരി മാർക്ക് ചെയ്യാം. കട്ട് ചെയ്യാം. ഇപ്പോൾ ഈ സൈഡിൽ കട്ട് ചെയ്യുന്നത് നമുക്ക് ഈ സൈഡിൽ വന്നിട്ട് ഈ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്തതിലിരുന്ന് ഒരു 1/2 ഇഞ്ച് നമുക്ക് വെളിയിൽ കട്ട് ചെയ്യണം. ഈ മാർക്ക് വന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ വരുന്ന മാർക്കാണ് അത്. അത് കാരണം 1/2 ഇഞ്ച് അധികം കട്ട് ചെയ്യണം. അത് നമ്മൾ 1 ഇഞ്ച് തള്ളി മാർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കാരണം 1/2 ഇഞ്ച് എക്സ്ട്രാ വേണം. അല്ലാതെ നമ്മൾ ടോട്ടലായിട്ട് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ കറക്റ്റായി വരും. രണ്ട് കണക്ക് ഒന്ന് തന്നെ.
ഇത് വന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് മാർക്കിങ്ങിൽ വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ്. ഇത് ബൊന്തിൽ ഷേപ്പ് കറക്റ്റായി ഈ അളവ് ബൊന്ത് ഷേപ്പ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായി വരും, മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവെടുത്ത് കട്ട് ചെയ്യുന്ന മെത്തേഡ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ മെത്തേഡിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് ബാക്ക് പോക്കറ്റ് മാർക്ക് ചെയ്യാം. ഒരു താഴെ ഒരു 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് പോക്കറ്റ് വീതി വന്നിട്ട് ഒരു 5 ഇഞ്ച് വീതി വയ്ക്കാം. വീതി ഒരു 5 ഇഞ്ച് വയ്ക്കാം. അതായത് സൈഡിൽ വന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്യണം. സൈഡിൽ വന്നിട്ട് ഒരു 2.5 ഇഞ്ച് മതി. സൈഡിൽ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോക്കറ്റ് വീതി വന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് പ്ലീറ്റ് എടുക്കാം. പ്ലീറ്റ് വരുന്ന മാതിരി. അപ്പോൾ ഒന്ന് കാണാൻ ഷോവായിരിക്കും. സെൻറ്ററിൽ പ്ലീറ്റ് വരുമ്പോൾ അത് നീറ്റായിരിക്കും. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം. നമുക്ക് തുട ലൂസിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഈസിയായി കട്ട് ചെയ്യുന്ന മെത്തേഡ് ഇത്. നമ്മൾ ഇതിൻ്റെ മുന്നേ ഷിറ്റിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത നിറയെ മെത്തേഡുണ്ട്. അതും 2 കണക്ക് മെഷർമെൻറ്റുകൾ ഒന്ന് തന്നെ. നമ്മൾ കറക്റ്റായി അളവെടുക്കുകയാണെന്ന് വെച്ചാൽ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് തുട ലൂസ് കറക്റ്റായി വരും. അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾ കട്ട് ചെയ്ത് നോക്കി വളരെ ഈസി ആയിരിക്കും. മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമസ്കാരം, നന്ദി. ഓക്കെ.